ഹായ് ഓൾ, വെൽക്കം ടു Eduooz Academy. സോ എല്ലാവരും ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ കൺഫർമേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ സിലബസ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കറക്റ്റ് ആയിട്ട് ആ സ്റ്റഡി മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് കൺസിസ്റ്റൻസി, നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജീൻ്റെ ആ കൺസിസ്റ്റൻസി ഒന്ന് ഫോളോ ചെയ്താൽ, ഓക്കെ, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ, അതായത് കണ്ടിന്യൂസ് ലേണിംഗ് സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ എന്തായാലും നമുക്ക് ഈ എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയതേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാം. ബിക്കോസ് 12th സ്റ്റാൻഡേർഡിലെ സിലബസും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. നമ്മൾ +1 +2 സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ബോട്ടണി, സുവോളജി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. നമ്മളൊക്കെ ചെറുതായിട്ട് മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ക്ലാസ് വഴി നിങ്ങൾ എന്ത് ചെയ്യണം, അതിനൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. ഓക്കെ, ക്ലാസ് നന്നായി കേൾക്കുക, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, 2 ദിവസം കഴിഞ്ഞ് ഇനി പഠിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഒരു നല്ല ദിവസം വരട്ടെ, അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിന്നാലാണ് നമ്മൾ എന്താണ് ഒരു സ്റ്റെപ്പ് ബാക്ക്വേർഡ് ആയിട്ട് എല്ലാ ദിവസവും പോവുക. ഓക്കെ, നമുക്ക് എന്താ വേണ്ടേ, ഓരോരോ സ്റ്റെപ്പും മുന്നിലേക്കാ പോണ്ടത് അല്ലേ. നമ്മളെ മുന്നിലൊരു 2 മാസത്തോളം ടൈം ഉണ്ട്. ഓക്കെ, സോ നന്നായിട്ട് തന്നെ നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നേ ഓക്കെ ടൈം ആയിട്ട് അപ് ടു ടൈം, ഓക്കെ, അപ് ടു ഡേറ്റ് എന്നൊക്കെ പറയാറില്ലേ. സോ അതുപോലെ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് വീഡിയോസ് കാണുക. ഓക്കെ, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ അങ്ങനെ സെൽഫായിട്ട് നമ്മൾ എവിടെയാണ്, സെൽഫ് അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ. നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. സോ നമ്മൾ ദിവസവും നമ്മളൊന്ന് സെൽഫ് അനാലിസിസ് ചെയ്യണം. ഓക്കെ, നമ്മൾ എത്രത്തോളം ഓക്കെ ആയി, നമ്മളെ ആ ഒരു പോർഷൻ, ഓക്കെ, നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ട പോർഷൻസ് എത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആയി, നമുക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും അനലൈസ് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ട്രീറ്റ്മെന്റ് ഓർഗനൈസറിൽ വരുന്ന ബയോളജി പോർഷൻ, ഓക്കെ, ബയോളജിയിലത്തെ ഫസ്റ്റ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾ ലിവിങ് ഓർഗാനിസം ആർ മെയ്ഡപ്പ് ഓഫ് സെൽസ് അല്ലെ. നമ്മളെ ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു എന്താണ് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അത് സെല്ലാണ്. സോ ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ഇസ് നോൺ ആസ് സെൽസ് അല്ലെ. എല്ലാവരും വി ഓൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എന്തൊരു ലിവിങ് ബീങ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, മൈക്രോ ഓർഗാനിസം ആയിക്കോട്ടെ, എല്ലാവർക്കും അവരുടേതായ സെൽസ് ഉണ്ടല്ലേ. ആ സെൽസ് ചിലപ്പോൾ മൾട്ടി സെല്ലുലർ ആവാം, അല്ലെങ്കിൽ എന്താ യൂണിസെല്ലുലർ ആവാം. സോ എവറിത്തിങ് ഇൻ ദ വേൾഡ് ഇസ് ഹാവിങ് ഇറ്റ്സ് ഓൺ സെൽസ് അല്ലെ. സോ നമുക്ക് തുടങ്ങിയാലോ ക്ലാസ്. ഓക്കെ, സോ ഫസ്റ്റ് നോക്കുന്നത് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. സോ നമ്മൾ സെല്ലിലെ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. സെല്ല് അല്ല, ഒരു ബേസ് തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ബിൽഡിംഗ് ബ്ലോക്സ് ആയ സെൽസ്. ഓക്കെ, സോ സെൽസ്, ഈ നെയിം എങ്ങനെ വന്നു, ആര് കണ്ടുപിടിച്ചു, ഇതൊന്നും അറിയില്ല അല്ലേ. സോ നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, സോ ദ ഡിസ്കവറി വാസ് ബൈ റോബർട്ട് ഹുക്ക്. ഓക്കെ, റോബർട്ട് ഹുക്ക് ആണ് നമ്മുടെ സെൽ എന്ന് പറയുന്ന നമ്മളെ കോശത്തിനെ കണ്ടുപിടിച്ചത്. സെൽ ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക്. സോ ഹി എക്സാമിൻഡ് തിൻ സ്ലൈസസ് ഓഫ് കോർക്ക്. ഓക്കെ, ദാറ്റ് ഇസ് ദ ബാർക്ക് ടിഷ്യൂ ഓഫ് ഓക്ക് ട്രീ. ഓക്കെ, ഓക്ക് ട്രീയിലത്തെ ബാർക്ക് ടിഷ്യൂ കൊണ്ടുണ്ടാക്കിയ സ്ലൈസസ് ഓഫ് കോർക്ക് ഒബ്സർവ് ചെയ്തു under a primitive microscope. സോ റോബർട്ട് ഹുക്ക് സ്വന്തം തന്നെ ഉണ്ടാക്കിയ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിലെ കൂടെയാണ് ഈ സെൽസിനെ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ റോബർട്ട് ഹുക്ക് അതിലെ കൂടെ ഒബ്സർവ് ചെയ്യുമ്പം, ഓക്കെ, പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പിലെ കൂടെ ഒബ്സർവ് ചെയ്യുമ്പം എന്ത് കണ്ടു, ശരിക്കും പറഞ്ഞാല് മെനി കമ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ഒരു എന്താണ് ഹോളോ ആയിട്ടുള്ള കുറെ കുഞ്ഞു കുഞ്ഞു കമ്പാർട്ട്മെന്റ്സ് കണ്ടു. ഓക്കെ, ബോക്സ് ലൈക്ക് കമ്പാർട്ട്മെന്റ്സ് എന്നൊക്കെ പറയും. സോ ആ കമ്പാർട്ട്മെന്റ്സ് ശരിക്കും ഒരു റൂംസ് പോലെയായിരുന്നു. ഓക്കെ, ഒരു മൊണാസ്ട്രിയിലെ ഒരു റൂംസ് പോലെ തോന്നി റോബർട്ട് ഹുക്കിന്. ബാക്കിയൊന്നും റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ഒബ്സർവ് ചെയ്തു. സോ ഹി ഒബ്സർവ്ഡ് ദ സെൽസ് അല്ലെ. സെൽസ് എങ്ങനെയായിരുന്നു, കുറെ സ്മോൾ റൂംസ്. ഈ സ്മോൾ റൂംസിനെ പോലെ ആയതുകൊണ്ട്, ഒരു മൊണാസ്ട്രിയത്തെ കുഞ്ഞു റൂംസ് പോലെ ആയതുകൊണ്ട് തന്നെയാണ് റോബർട്ട് ഹുക്ക് സെൽസ് എന്നുള്ള പേര് കോയിൻ ചെയ്തത്. ഓക്കെ, സോ ഇൻ 1665 റോബർട്ട് ഹുക്ക് ഡിസ്കവേർഡ് cells, okay, under his primitive microscope that was built by himself.
Okay, so what did he do? He examined thin slices of cork, the bark tissues of oak trees under a primitive microscope he built himself. What did he observe? എന്താണ് കണ്ടുപിടിച്ചത്? എന്താണ് ഒബ്സർവ് ചെയ്തത്? He saw many tiny box-like compartments. They reminded himself of a small rooms. Okay, ഒരു ചെറിയ ചെറിയ റൂംസ് പോലെ ആർക്ക് തോന്നി? റോബർട്ട് ഹുക്കിന് തോന്നി in the monastery. So he coined the term cell. Okay, ആ ഒരു കുറെ റൂംസ് പോലെ തോന്നിയ കൊണ്ടാണ് he coined the term cell. Then the significance, this was the first time cells were observed and named, laying the foundation of cell biology. Cell biology എന്നുള്ളൊരു ഫീൽഡ് തന്നെ ഉണ്ടായി വന്നു അല്ലേ ഈ സെൽസിന്റെ കണ്ടുപിടുത്തം കൊണ്ട് അല്ലെ റോബർട്ട് ഹുക്കിന്റെ കണ്ടുപിടുത്തം സെൽസിന്റെ ഡിസ്കവറിയിലെ കൂടെ എന്താണ് സെൽ ബയോളജി എന്നുള്ള ഒരു വേൾഡ് തന്നെ ഓപ്പൺ ആയി വന്നു. സോ ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം സെൽസ് വെർ ഒബ്സർവ്ഡ് ആൻഡ് നെയിംഡ് ആസ് സെൽസ്. However, Hooke only saw the cell wall, the empty space. അല്ലെ ഞാൻ പറഞ്ഞു empty space ആ കണ്ടത്, just hollows അല്ലെ hollow ആയിട്ടുള്ള കുറച്ച് റൂംസ് ആ കണ്ടത്. Empty space because cork cells are dead and hollow. Okay, cork cells എന്ന് പറഞ്ഞാല് ശരിക്കും they are not living, they are dead cells ആണ്. സോ അതുകൊണ്ടാണ് വേറെ ഒന്നും കാണാണ്ട് നിന്നത്. Okay, just hollow ആയിട്ടുള്ള കുറെ റൂംസ് പോലെ കണ്ടത്. So he coined the term cells. Robert Hooke. Discovery ഉണ്ടായത് 1665 Robert Hooke discovered cells in 1665 by observing cork under a microscope and named them as cells. Okay, just നമ്മൾ ഈ ഹണി കോംബ് ഇല്ലേ, ഹണി കോംബ് പോലെ ഒക്കെയാണ് റോബർട്ട് ഹുക്കിന് തോന്നിയത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഒരു ഹണി കോംബ്, അതായത് തേനൊക്കെ പോയാൽ ബാക്കിയുള്ള ആ ഒരു ഹോളോ അല്ലെ, ആ ഒരു ഹോളോ കോംബില്ലേ, അതുപോലെയാണ് എന്ത് നമ്മുടെ സെൽസിനെ കണ്ടത്. ക്ലിയർ? Now examples of unicellular organisms. So ഞാൻ പറഞ്ഞു നമ്മുടെ we all are made up of cells അല്ലെ, നമ്മളിൽ തന്നെ ഇനിയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലൈക്ക് മൾട്ടി സെല്ലുലർ ഓർഗാനിസം ഉണ്ട്, യൂണിസെല്ലുലർ ഓർഗാനിസം ഉണ്ട് അല്ലെ. ഈ മൾട്ടി സെല്ലുലർ ഓർഗാനിസം പറഞ്ഞാൽ എന്താ? They are made up of many different kinds of cells അല്ലെ. അവിടെ ശരിക്കും എന്താ പറയാ, ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട് എന്നൊക്കെ പറയാം അല്ലെ. നമുക്ക് യൂണിസെല്ലുലറും ഉണ്ട്, മൾട്ടി സെല്ലുലറും ഉണ്ട് അല്ലെ. മൾട്ടി സെല്ലുലർ ഓർഗാനിസം ഉണ്ട്, യൂണിസെല്ലുലർ ഉണ്ട്, മൾട്ടി സെല്ലുലർ ഓർഗാനിസം ഉണ്ട്. ഇനി ഈ യൂണിസെല്ലുലർ എന്ന് വെച്ചാൽ ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി സിംഗിൾ സെൽ അല്ലെ. ഈ ഒരു സിംഗിൾ സെല്ലിനെ കൊണ്ടാണ് അവരുടെ ഡൈജഷനും കാര്യങ്ങളൊക്കെ, ഡൈജഷൻ ആയിക്കോട്ടെ, എക്സ്ക്രീഷൻ ആയിക്കോട്ടെ, സർക്കുലേഷനും കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. സോ ദേ ആർ ക്ലാസിഫൈഡ് അണ്ടർ unicellular. Okay, uni means one, and multicellular എന്ന് പറഞ്ഞാൽ ആക്ച്വലി there are many different kinds of cells. Okay, കുറെ types of cells ഉണ്ട്, ഓരോ സെൽസിന് ഓരോ ഫംഗ്ഷൻ ഉണ്ട് അല്ലെ. ഇൻ കേസ് ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് അല്ലെ, നമുക്ക് കുറെ ടൈപ്സ് ഓഫ് സെൽസ് ഇല്ലേ. വി ഓൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് അല്ലെ. എല്ലാത്തിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് വേണേൽ പറയാം there is division of labor എന്ന് പറയാം അല്ലെ. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയാം നമ്മുടെ കേസില് അല്ലെ. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും എല്ലാവരും ഷെയർ ഇട്ട് ചെയ്യുന്നത് അല്ലെ. ഓരോന്നിന് അതിൻ്റെതായ ഒരു വർക്ക് ഉണ്ട്. അതായത് നമ്മുടെ ഹോൾ ബോഡി ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ എല്ലാ സെൽസും അതിൻ്റെതായ വർക്ക് കറക്റ്റ് ആയി ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ. നമ്മുടെ ന്യൂറോൺസ് ആയിക്കോട്ടെ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്, പിന്നെ അതുപോലെ നമ്മളെ ഹാർട്ടിലില്ലേ മസിൽ സെൽസ് ആയിക്കോട്ടെ കൺട്രാക്ഷൻ, എന്താണ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ഇതിന് ഓരോരോ സെൽസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടല്ലേ. ആൻഡ് മോർഫോളജിക്കലി അവര് ഡിഫറെന്റും ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഡിവിഷൻ ഓഫ് ലേബർ ആ ഒരു ടേമിൽ നമുക്ക് അതിനെ ഉൾപ്പെടുത്താം അല്ലെ മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിന്. സോ യൂണിസെല്ലുലർ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിസെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസം. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ യൂണിസെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസത്തിന് വിത്ത് എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, സോ യൂണിസെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ പേര്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബാക്ടീരിയ നോക്കുന്നത് ദാറ്റ് ഈസ് എസ്കറേഷ്യ കോളൈ, ഈ കോളൈ എന്ന് പറയും. ഓക്കെ, ദെൻ അമീബ ഉണ്ട്, പ്രോട്ടോസോവൻ ദാറ്റ് മൂവ്സ് വിത്ത് സിഡോപോഡിയ അല്ലെ. ഈ അമീബ നമുക്കറിയാം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പോ കാര്യമോ ഒന്നുമില്ല,
ജസ്റ്റ് അവരുടെ ആ ഒരു എൻവയോൺമെന്റൽ ഏരിയയിൽ അവരുടേതായ ഒരു ഷേപ്പിൽ നിൽക്കും അല്ലെ. അവർക്ക് എവിടെയാണോ ഫുഡ് കിട്ടുന്നത് ആ ഒരു പെട്ടെന്ന് അവര് സ്യൂഡോപോഡിയം ഒക്കെ ആയിട്ട് എൻഗൾഫ് ചെയ്തിട്ട് അങ്ങ് ഡൈജഷനും കാര്യങ്ങളൊക്കെ ഒറ്റ ഒരു സെൽസിലാണ് നടക്കുന്നത്. ദെൻ പാരമേഷ്യ ഉണ്ട്, ദാറ്റ് ഇസ് സ്ലിപ്പർ ഷേപ്പ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആണ്. ദെൻ യുഗ്ലീനി ഉണ്ട് അല്ലെ, ഹാസ് ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈക്ക് ഫീച്ചേഴ്സ്, അതാണ് യുഗ്ലീനിയ. ദെൻ ക്ലമൈഡോമോണസ് ഉണ്ട്, ദാറ്റ് ഇസ് എ യൂണിസെല്ലുലർ ഗ്രീൻ ആൽഗെ. ദെൻ ഈസ്റ്റ് ഉണ്ട് അല്ലെ, സെക്കാരോമൈസർ സെർവേസിയെ. സോ ഇതൊക്കെ യൂണിസെല്ലുലർ അല്ലെ, യൂണിസെല്ലുലർ ആയിട്ടുള്ളതൊക്കെ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആയിരിക്കും. ഓക്കെ, അവരുടെ ലൊക്കമോഷനും കാര്യങ്ങളൊക്കെ ഡൈജഷൻ ആയിക്കോട്ടെ എക്സ്ക്രീഷൻ ആയിക്കോട്ടെ എല്ലാം ദാറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ സെൽ. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കണം. ദെൻ കമ്മിങ് ടു മൾട്ടി സെല്ലുലർ ഓർഗാനിസം. സോ ഒരു ബേസ് പറയുകയാണെങ്കിൽ കുറെ സെൽസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. നമ്മൾ ഒരു ബിൽഡിംഗ്, ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് നോക്കുവാണെങ്കിൽ ആ ബിൽഡിംഗ് ബിൽഡ് ചെയ്തിട്ടുള്ളത് കുറെ ബ്രിക്സ് അല്ലെങ്കിൽ കുറെ സ്റ്റോൺസ് കൊണ്ടാണ് അല്ലെ. സോ അങ്ങനെയാണ് നമ്മുടെ ബോഡി കുറെ ബിൽഡ് ചെയ്ത് വരുന്നത് കുറെ സെൽസ് കൊണ്ടാണ്. സോ ഈ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമുക്ക് എന്ത് വിളിക്കാം? ടിഷ്യൂസ് വിളിക്കാം അല്ലെ. സോ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതെന്താവും? ഓർഗൻസ് ആവും അല്ലെ. ദെൻ ഓർഗൻ സിസ്റ്റം, ദെൻ ബോഡി, അങ്ങനെയാണ് അതിന്റെ ആ ഒരു ഹൈറാർക്കി വരുന്നത്. ഓക്കെ, സോ 300 ബില്യൺസ് ന്യൂ സെൽസ് ആർ ഫോംഡ് എവറി ഡേ. ഓക്കെ, സോ 200 മില്യൺ പെർ മിനിറ്റ്സിലും ഉണ്ടായി വരുന്നതുണ്ട്. നമുക്കറിയാം എല്ലാത്തിനും ഓരോരോ എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലെ. നമ്മുടെ എന്തൊരു പ്രോഡക്റ്റിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ കേസും അല്ലെ. നമ്മുടെ സെൽസും ബ്ലഡ് സെൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് സെൽസിൽ തന്നെ നമുക്കറിയാം അല്ലെ, RBC, WBC ഇതൊക്കെ ഉണ്ട്. സോ ഇതിനൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട് അല്ലെ. ഇത്ര ദിവസം 120 ഡേയ്സ് RBCന്റെ കേസാണ്. 120 ഡേയ്സ് കഴിഞ്ഞാൽ അവര് അവര് ഇല്ലാണ്ടാവണം അല്ലെ, പുതിയത് വരണം, ആ ഒരു സ്പേസിലേക്ക് പുതിയ സെൽസ് ഒക്കെ വരണം. സോ അങ്ങനെ ഒരു റിന്യൂവേഷൻ നടന്നാണ് നമ്മുടെ ബോഡി അല്ലെ, നമ്മുടെ ബോഡി എല്ലാം ഹെൽത്തി ആയിരിക്കുന്നത്. സോ ഇൻ കേസ് ഇപ്പം നമ്മുടെ WBC അല്ലെ, WBC ഇപ്പോ പെർസിസ്റ്റ് ചെയ്താല് സോ ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ അത് പോണമെന്നുണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന്. സോ അതങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു എ ഡിസീസ്ഡ് കണ്ടീഷൻ നോൺ ആസ് ലുക്കീമിയ. സോ അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. സോ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ 300 ബില്യൺ ന്യൂ സെൽസ് ആർ ഫോംഡ് എവറി ഡേ ആൻഡ് പെർ മിനിറ്റിൽ 200 മില്യൺസ് ഓഫ് സെൽസ് ആർ ബീങ് ഫോംഡ്. സോ അതാണ് ഇതിൽ പറയുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, സെൽസ്, ടിഷ്യൂസ്, ഓർഗൻ ആൻഡ് ഹോൾ ദ ബോഡി, ദാറ്റ് ഇസ് ദ ഓർഗൻ സിസ്റ്റം ഇസ് ഫോംഡ് ഫൈനലി. നെക്സ്റ്റ് പറയുന്നത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഒരു സെൽ തിയറി. ഓക്കെ, സെൽ തിയറിയിൽ വരുന്ന ഒരു കാര്യമാണ് ഓൾ സെൽസ് കം ഫ്രം എക്സിസ്റ്റിംഗ് സെൽസ് അല്ലെ. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെൽസ് എന്നാണ് വേറൊരു പുതിയ സെൽസ് ഉണ്ടായി വരുന്നത്. സോ ലൈക്ക് ഡിവിഷൻ ആയിക്കോട്ടെ അല്ലെ, അതിലെ ഒരു സെൽ തന്നെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒക്കെയാണ് നമ്മൾ വേറെ 2 സെൽസ് ആവുന്നത്. 2 പിന്നെ ഫർദർ ഡിവിഷൻ വഴി 4 ആവും, 4 പിന്നെ 6 ആവും, അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഫെർട്ടിലൈസ്ഡ് എഗ് അല്ലെ. എഗ് എങ്ങനെയാണ്? ഫെർട്ടിലൈസ്ഡ് എഗ് സെൽ, ദാറ്റ് ഈസ് ബൈ ദ ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് ആൻ ഓവം അല്ലെ. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസ്ഡ് എഗ് ആണ് അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇനി ഈ ഫെർട്ടിലൈസ്ഡ് എഗ് തന്നെയാണ് അതിന്റെ ഡിഫറൻസിയേഷനും കാര്യങ്ങളൊക്കെ നടന്ന് അല്ലെ, ഡിവിഷനും കാര്യങ്ങളും. അതിൽ തന്നെ ഫർദർ ആയിട്ടുള്ള ഡിവിഷനും അല്ലെ, ഒരു സെല്ല് പിന്നെ 2, 4 അങ്ങനെ കുറെ ബ്ലാസ്റ്റോമിയേഴ്സ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഫീറ്റസ് പറയുന്നത് ഉണ്ടാവുന്നത്. സോ അങ്ങനെയാണ് ഓരോരോ നമ്മൾ പറഞ്ഞ പോലെ മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസം, ഹ്യൂമൻ ബീങ് ഉണ്ടായി വരുമ്പോ മൾട്ടി സെല്ലുലർ ആണ്. സോ കൂടുതൽ സെൽസ് ഒക്കെ ഉണ്ടാവുന്നത് കുറെ ഡിഫറൻസിയേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു സിംഗിൾ പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നാണല്ലേ. സോ ദ ഹോൾ ഓർഗാനിസം ഈസ് ബീങ് ഫോംഡ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മള് സെൽ തിയറി ആണ്. സോ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. Okay, cell theory was put forward by Matthias Schildens in 1838 and Theodor Schwann in 1839. Okay, so ഈ 2 പോസ്റ്റുലേറ്റും പറഞ്ഞിരിക്കുന്നത് മാറ്റിയസ് സ്കിൽഡൻ in 1838 and Theodor Schwann in 1839 ആണ്. Okay, and the last postulate, that is third postulate, was put forward by Rudolf Virchow in 1855.
Okay, so അതിന്റെ ഇയറും നെയിമും നന്നായി പഠിച്ചു വെക്കുക. So the first postulate, all living organisms are composed of cells. Okay, so the first postulate was all living organisms are composed of cells, and second postulate is the cell is the basic unit of structure and function in living things. Adana second postulate. Okay, idu rendum was put forward by Mathias, Gildens and Theodor Schwann. Okay, 1838 and 1839 respectively. Okay, and last postulate, all cells arises from pre-existing cell, was put forward by Rudolf Virchow in 1855. Okay, so ഇത് നന്നായി പഠിച്ചു വെക്കണം, ഇയർ പഠിച്ചു വെക്കണം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യങ്ങളൊക്കെ, പോയിന്റ്സ് നന്നായി ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഹ്യൂമൻ സെൽസ് അല്ലെ. ഞാൻ പറഞ്ഞു നമ്മുടെ ഹ്യൂമൻ സെൽ എന്ന് പറഞ്ഞാൽ തന്നെ ദേ ആർ മൾട്ടി സെല്ലുലർ ആണ് അല്ലെ. ഹ്യൂമൻസ് പറഞ്ഞാൽ മൾട്ടി സെല്ലുലർ ആണ്, കുറെ ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്, അതിന് അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾ കാണാം. ബോൺ സെൽസ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, ദെൻ മോട്ടോർ ന്യൂറോൺസ്, ദെൻ ഇന്റസ്റ്റൈൻ സെൽസ്, ഓവം, സ്പേം സെൽസ്, ഇതൊക്കെ സെൽസ് ആണ്. ഓക്കെ, സോ ദേ ആർ മൾട്ടി സെല്ലുലർ അല്ലെ, മൾട്ടി സെല്ലുലർ ഓർഗാനിസം ആണ് എന്ന് പറയുന്നതാണ്. സോ ദ എക്സാമ്പിൾസ് ഓഫ് സെൽസ് ആൻഡ് ദ റിലേറ്റഡ് ഓർഗൻസ് ഇൻ ഹ്യൂമൻസ്, കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എന്താണ്, മസിൽ സെൽസ് ദേ ആർ present in heart muscles അല്ലെ, ഹാർട്ട് മസിൽസിലാണ്. ദെൻ നെർവ് സെൽസ് നോൺ ആസ് ന്യൂറോൺസ്, ബ്രെയിൻസിലും സ്പൈനൽ കോഡിലും ഒക്കെ കാണും. ദെൻ എപ്പിത്തീലിയൽ സെൽസ് സ്കിൻ ആൻഡ് ലൈനിങ് ഓഫ് ഓർഗൻസ് ആണ്. ബ്ലഡ് സെൽസ് സർക്കുലേറ്ററി സിസ്റ്റത്തിലും കാണും. ഓക്കെ, നമ്മൾ ബ്ലഡ് സെൽസ് RBC, WBC ഇതൊക്കെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ. സോ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ സെൽസിൽ വരുന്നത്. മൾട്ടി സെല്ലുലർ ഓർഗാനിസം ആണ്, ആൻഡ് ഇതിൽ വരുന്ന സെൽസ് ആൻഡ് റിലേറ്റഡ് ഓർഗൻസ്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ പറഞ്ഞത് സെൽസിനെ കുറിച്ചാണ് അല്ലെ. നമ്മുടെ PPT തന്നെ തുടങ്ങിയത് തന്നെ റോബർട്ട് ഹുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ സെൽസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പ്രോകാരിയോട്ട്, യൂകാരിയോട്ട്, യൂണിസെല്ലുലർ, മൾട്ടി സെല്ലുലർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. യൂണിസെല്ലുലർ ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾസ് അത് ഇമ്പോർട്ടന്റ് ആണ്, അതെന്തായാലും പഠിക്കണം. പിന്നെ നമ്മള് സെൽ ഓർഗനൽസ് അല്ലെ, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഡബിൾ മെംബ്രെയിൻ, സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. ഇനി പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് സെൽസിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൽസിന്റെ അല്ലെ, ലൈക്ക് മൈറ്റോകോൺട്രിയ ആണെങ്കിൽ പവർ ഹൗസ് ഉണ്ട്, ലൈസോസോം ആണെങ്കിൽ സൂയിസൈഡൽ ബാഗ് എന്ന് പറയും. അങ്ങനെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത സെഷനിൽ നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ന്യൂക്ലിയസ്, സെൽ വാൾ, സെൽ മെംബ്രെയിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും രണ്ടിന്റെയും നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി ആയിരിക്കും നമ്മൾ ഇനി വരുന്ന സെഷനിൽ നോക്കുന്നത്. ഓക്കെ, താങ്ക് യു.